കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു നോക്കുമ്പോഴാണ് റോഡിന്റെ ഘടനയിലൊക്കെ ചെറിയ വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലായത്. ഷെറ്റ്ലാൻഡിലെ പ്രധാന എയർപോർട്ട് സോംബർഹെഡിലാണ്. അതിന്റെ റൺവേയിലൂടെ ആയിരുന്നു ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് മാവിസ് ഗ്രൈൻഡ് എന്നുള്ള ഭാഗത്തുമ്പോൾ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു പാസേജ് നമുക്ക് കാണാം. അതിന്റെ ഒരു സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രവും ഒരു സൈഡിൽ നോർത്ത് സീയും ആണ്. ഒരു ചെറിയ 300 മീറ്റർ വീതിയുള്ള ഒരു കടൽ ആണ് ഈ രണ്ട് ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ കൂടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വളരെ ഭയം ഉണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് രശ്മി. തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിലപ്പള്ളി സ്വദേശിനിയാണ്. UK-യിൽ പാർട്ടിക്കിൾ ഫിസിക്സിൽ ഗവേഷകയായി ജോലി നോക്കുന്നു. ഞാനും ഭർത്താവ് പ്രശാന്തും കൂടി 2025 ഓഗസ്റ്റിൽ UK-യിലെ ഷെറ്റ്ലാൻഡിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വേനൽക്കാലത്ത് പകലിന് നീളം കൂടുതലും രാത്രിക്ക് നീളം കുറവുമാണല്ലോ. ഇത് തന്നെ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് പോകുന്തോറും ഈ വ്യത്യാസം കൂടുകയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ വടക്കോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വേനൽക്കാലത്തിന്റെ ഒത്ത മധ്യമാണെങ്കിൽ ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ തന്നെ UK-യിലെ ഷെറ്റ്ലാൻഡിൽ ഇത് കാണാൻ സാധിക്കുമെന്നും മനസ്സിലാക്കി. ഞങ്ങൾ UK-യിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഷെറ്റ്ലാൻഡിലേക്ക് അങ്ങനെ ഒരു യാത്ര സമ്മറിന്റെ മധ്യത്തിൽ ജൂണിൽ പോകാമെന്ന് ഒരു പദ്ധതി ഇട്ടു. ഞാനും ഭർത്താവ് പ്രശാന്തും കൂടി പോകാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ ജോലി തിരക്കുകൾ കാരണം യാത്ര ജൂണിൽ നിന്നും നീങ്ങി ഓഗസ്റ്റ് വരെ എത്തി. പാതിരാസൂര്യനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂപ്രകൃതിയാണ് ഞങ്ങളെ കാത്ത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 2025 ഓഗസ്റ്റിലാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. സ്കോട്ടിഷ് മെയിൻലാൻഡിന്റെ വടക്ക് കിഴക്കുള്ള അബർദീനിൽ നിന്നും ഒരു ഓവർനൈറ്റ് ഫെറിയിലാണ് ഞങ്ങൾക്ക് ഷെറ്റ്ലാൻഡിലേക്ക് പോകേണ്ടിയിരുന്നത്. ഏകദേശം 12 മുതൽ 14 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള യാത്രയാണ്. മുൻപ് ഫെറി യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നീളമുള്ള ഒരു യാത്ര കടലിലൂടെ നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെതായ ടെൻഷനുകളും ആശങ്കകളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സീ സിക്നസ് ഉണ്ടാവുമോ, റഫ് സീ ആയിരിക്കുമോ, അതെല്ലാം വളരെ വലിയ ആശങ്കകളായിരുന്നു ഞങ്ങൾക്ക് നൽകിയിരുന്നത്. മോശം കാലാവസ്ഥ കാരണം ഫെറി ഇടയ്ക്കൊക്കെ ക്യാൻസൽ ആവാറുണ്ടായിരുന്നു. അതിൻ്റെയും ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം 5 മണിക്കായിരുന്നു യാത്ര തുടങ്ങേണ്ടിയിരുന്നത്. അതിന് കുറച്ച് നേരം മുമ്പ് നമുക്ക് ബോർഡിങ് തുടങ്ങുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിയായപ്പോൾ ഫെറി ടെർമിനലിൽ എത്തി. വളരെ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഫെറിയുടെ അകത്ത് കയറി. ഞങ്ങളുടെ സീറ്റ് ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ഒരു റിക്ലൈനിങ് സീറ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ലീപ്പിംഗ് പോഡാണ് ബുക്ക് ചെയ്തിരുന്നത്. മറ്റ് പല ഓപ്ഷൻസും ഉണ്ടായിരുന്നു, ബങ്ക് ബെഡുകളുള്ള സ്ലീപ്പിംഗ് ക്യാബിൻസ് ഒക്കെ. പക്ഷേ പീക്ക് ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് തീർന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ ലഗേജൊക്കെ വെച്ച് ഫെറി കാണാനായി ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി. ഒരു 4 നിലയുള്ള കപ്പലായിരുന്നു. അതിലെ താഴത്തെ നിലയിലാണ് ഈ ബങ്ക് ബെഡുള്ള സ്ലീപ്പിംഗ് ക്യാബിനുകളൊക്കെ ഉള്ളത്. ഞങ്ങളുടെ സ്ലീപ്പിംഗ് ബോർഡുള്ളത് 1ാമത്തെ നിലയിലാണ്. ഇതുകൂടാതെ റെസ്റ്റോറൻറ്റ്സും മറ്റ് സിറ്റിംഗ് ഏരിയ, ബാറ്, ചെറിയ സോവനീർ ഷോപ്പുകൾ ഇതൊക്കെ ആ ഫെറിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു അനൗൺസ്മെന്റ് കേട്ടു, അന്ന് രാത്രി കടൽ വളരെ ശാന്തമായിരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സമാധാനമായി. എങ്കിൽ പോലും സീ സിക്നസ് വരാതിരിക്കാനുള്ള പ്രതിരോധ ഗുളികകളൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ ഫെറിയിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എടുക്കുന്ന സമയം 5 മണി ആയപ്പോഴേക്കും ഫെറി ഒരുവിധം നിറഞ്ഞിരുന്നു. കൃത്യസമയത്ത് തന്നെ ഫെറി പുറപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്കൊക്കെ ഒന്ന് നടന്നു നോക്കി. വിവിധ തരം ക്വിസിൻ ഉള്ള ഭക്ഷണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിലയൊക്കെ വളരെ അധികമായിരുന്നു. ഞങ്ങൾ പക്ഷെ കയ്യിൽ സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കരുതിയിരുന്നത് കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒന്നും ഭക്ഷണം കഴിച്ചില്ല. തിരിച്ച് ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്ന് കയ്യിൽ കരുതിയ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം അപ്പർ ഡെക്കിലേക്ക് പോയി. അവിടെ നിന്ന് കടലിന്റെ നല്ലൊരു വ്യൂ ഞങ്ങൾക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ 4 ചുറ്റിനും നോക്കാത്ത ദൂരത്തോളം കടൽ മാത്രമായിട്ടുള്ള ഒരു ദൃശ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പർ ഡെക്കിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ജർമ്മൻ ദമ്പതികളെ ഞങ്ങൾ പരിചയപ്പെട്ടു. റിട്ടയർ ലൈഫ് ആസ്വദിക്കാനായി യാത്ര ചെയ്യാൻ ഇറങ്ങിയതാണ് അവര്. അങ്ങനെ അവരോടുള്ള സംസാരത്തിനിടയിൽ ഷെറ്റ്ലാൻഡിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അവരോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തീരുമാനിച്ചു. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് നേരത്തെ തന്നെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഫെറിയിൽ തന്നെ കൂടുതൽ സമയം വിശ്രമിക്കുകയും വേണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 6:30 ഞങ്ങൾ എഴുന്നേറ്റു. ആദ്യം തന്നെ അപ്പർ ഡെക്കിലേക്കാണ് പോയത്. സൂര്യോദയം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം.
സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിലൂടെ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കെ ദൂരെ ഒരു കര ഞങ്ങൾ കണ്ടു. അത് ഷെറ്റ്ലാൻഡിന്റെ തെക്കേ അറ്റമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു 7:30 തലസ്ഥാനമായ ലെറൂക്കിലേക്ക് ഫെറി അടുത്തു. ആദ്യം പുറത്തിറങ്ങിയത് സ്വന്തമായിട്ട് കാറൊക്കെ കൊണ്ട് ഫെറിയിൽ കയറിയ പാസഞ്ചേഴ്സ് ആയിരുന്നു. അവര് ഒരു വഴിയിലൂടെ പോയി ഫുഡ് പാസഞ്ചേഴ്സിനെ മറ്റൊരു വഴിയിലൂടെ പുറത്ത് ഇറക്കി. അങ്ങനെ ഫെറിയുടെ പുറത്തിറങ്ങി ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകാനുള്ള മാപ്പൊക്കെ നോക്കി. ഞങ്ങൾ 9 മണിക്ക് ഒരു ഗൈഡ് ടൂർ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ വേഗം തയ്യാറാവണമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തി തയ്യാറായി തിരിച്ച് ഗൈഡ് ടൂറിന്റെ പിക്കപ്പിനായിട്ട് സിറ്റി സെന്ററിലേക്ക് നടന്നു തന്നെ പോയി. സിറ്റി സെന്ററിൽ എത്തിയപ്പോൾ ഞങ്ങളെ കാത്ത് ടൂർ ഗൈഡ് ഗ്രാൻഡ് അവിടെ ഉണ്ടായിരുന്നു, ഒരു വാനും. ബാക്കി 4 സഹയാത്രികരും അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവര് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, USA, ജർമ്മനി എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. അവരെല്ലാം പരിചയപ്പെട്ട് ഞങ്ങൾ വാനിൽ കയറി യാത്ര തുടങ്ങി. വാൻ ആദ്യം കൊണ്ടുചെന്ന് നിർത്തിയത് ഒരു ബിൽഡിങ്ങിന് മുന്നിലായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ടൂർ ഗൈഡ് ഗ്രാൻഡ് ഞങ്ങളോട് ഒരു ഷെറ്റ്ലാൻഡ് എന്ന പേരിലുള്ള TV സീരീസിന്റെ കാര്യം പറയുന്നത്. ആ സീരീസിന്റെ ആരാധകരായിട്ട് ഈ ദ്വീപിൽ എത്തിച്ചേരുന്നവര് വളരെ അധികമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ സഹയാത്രികരിൽ ചിലരും അങ്ങനെയുള്ളവരായിരുന്നു. ഞങ്ങൾ പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ തിരിച്ചെത്തി ഈ സീരീസിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിലോർത്തു. ഈ ബിൽഡിംഗ് ഈ സീരീസിലെ പ്രധാന കഥാപാത്രമായ ഡിറ്റക്റ്റീവിന്റെ വീട് ആയിട്ട് ചിത്രീകരിച്ച ലൊക്കേഷനാണത്ര. എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും ഇവിടെ നിന്നാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ കെട്ടിടം കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ആദ്യം ഞങ്ങൾക്ക് ഷെറ്റ്ലാൻഡിന്റെ ഒരു മാപ്പ് ഗ്രാൻഡ് തന്നു. അതിൽ നിന്നും ഷെറ്റ്ലാൻഡിന്റെ ദ്വീപ് ഘടന ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു വലിയ മെയിൻ ലാൻഡും ചുറ്റും ചെറിയ ദ്വീപുകളും ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഷെറ്റ്ലാൻഡ്. മെയിൻലാൻഡിന്റെ വടക്ക് ഭാഗത്തേക്ക് പോകാനാണ് ഇന്നത്തെ ഞങ്ങളുടെ പദ്ധതി. സ്കോട്ട്ലൻഡിന്റെ ഭാഗമാണെങ്കിൽ പോലും ഷെറ്റ്ലാൻഡ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നോർഡിക് പ്രദേശങ്ങളോടാണ്. നോർസ് ഐതിഹ്യങ്ങളോടും നോർഡിക് പ്രദേശങ്ങളോടുമുള്ള അവരുടെ ഒരു ആഭിമുഖ്യം കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലത്തും അവിടെ മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടി വടക്കോട്ട് പോയി സ്കാലോവേ എന്ന പട്ടണത്തിൽ ഞങ്ങളെത്തി. പ്രധാനപ്പെട്ട ഒരു ഷെറ്റാൻഡ് ബസ് എന്ന അതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രമായിരുന്നു സ്കാലോവേ. ഇത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്രതീക്ഷിതമായിട്ട് ജർമ്മനി നോർവേ ആക്രമിച്ച സമയത്ത് ഷെറ്റ്ലാൻഡിൽ നിന്നും ഒരു ചെറിയ ബോട്ടുകളിൽ ആയുധങ്ങൾ നോർവേയിലേക്ക് എത്തുകയും അവിടെ നിന്ന് അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ വളരെ സാഹസികമായിട്ട് നടത്തിയിരുന്ന ഈ ഷെറ്റ്ലാൻഡ് ബസ്സിനെ പറ്റി ഇന്നും ഇവര് വളരെ അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്. ആ ധീരർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകവും ഞങ്ങൾ അവിടെ കണ്ടു. സ്കാലോവയിൽ ഒരു പ്രധാനപ്പെട്ട കാസിൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ സ്കാലോവയിൽ കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ചുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ വോ എന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഗ്രാൻഡ് ഞങ്ങളോട് പറഞ്ഞു ഈ ഗ്രാമവും എവറസ്റ്റ് കൊടുമുടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന്. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ എന്താണ് ആ ബന്ധം എന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നു. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കാനായിട്ട് എഡ്മണ്ട് ഹിലരി പോയ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന സ്വെറ്റർ ജാക്കറ്റ് ഈ വോ എന്ന ഗ്രാമത്തിലെ ചെമ്മരിയാടുകളുടെ രോമത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണത്രേ. അതായത് അത്രയും നല്ല ക്വാളിറ്റിയുള്ള സ്വെറ്റർ അല്ലെങ്കിൽ ആ വൂൾ ആണ് വോ എന്ന ഈ ഗ്രാമത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അവിടുത്തെ ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഷെറ്റാൻഡിലെ പ്രസിദ്ധമായ കേക്ക് ഫ്രിഡ്ജിലേക്കാണ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് വളരെ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതായത് മനുഷ്യരൊന്നും മോണിറ്റർ ചെയ്യാതെ തന്നെ ഒരു ഫ്രിഡ്ജിൽ വീട്ടിലുണ്ടാക്കിയ കേക്കുകൾ വെച്ചിരുന്നു. അതിൽ അതിന്റെ വില കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അതിന്റെ വില അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയിൽ ഇടാം. നമുക്ക് തിരിച്ച് ചില്ലറ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ മനുഷ്യരുടെ സത്യസന്ധതയും മറ്റുള്ളവരിലുള്ള വിശ്വാസവും എത്രത്തോളം ഈ സംരംഭത്തെ വിജയകരമാക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. അങ്ങനെ സ്വാദിഷ്ടമായ ചോക്ലേറ്റ് കേക്കൊക്കെ ഞങ്ങൾ അവിടുന്ന് എടുത്തു. തിരിച്ചുള്ള യാത്രയിൽ ഈ കേക്ക് ഫ്രിഡ്ജിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഗ്രാൻഡ് പറഞ്ഞു ഷെറ്റ്ലാൻഡിലെ കുറ്റകൃത്യ നിരക്ക് വളരെ കുറവാണ്. അവിടെ ഒരു റിമാൻഡ് ജയിലൊന്നുമില്ല, വളരെ ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും അടുത്തുള്ള റിമാൻഡ് ജയിൽ എന്ന് പറയുന്നത് അബർദീനിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ ഷെറ്റ്ലാൻഡ് എന്ന TV സീരീസ് ഒരു ക്രൈം സീരീസ് ആണെന്നുള്ളത് എത്ര വലിയ വിരോധാഭാസമാണെന്ന് അവിടുത്തുകാർ എപ്പോഴും പറയാറുണ്ടെന്നും ആള് പറഞ്ഞു. അതിനുശേഷം യാത്ര തുടരുകയാണ്. ഇവിടുത്തെ പാതകളൊക്കെ വളരെ ഇടുങ്ങിയതാണ്. അങ്ങനെ ഉള്ള സമയത്ത് ഒരേ സമയം ഒരു ദിശയിലേക്ക് മാത്രമേ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ പാസിംഗ് പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ എതിർവശത്തു നിന്നൊരു വണ്ടി വരികയാണെങ്കിൽ നമ്മൾ വണ്ടി ഈ പാസിംഗ് പ്ലേസിൽ
നിർത്തിയിട്ട് അവരെ പോകാൻ അനുവദിക്കും. അങ്ങനെ ഉള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവീശി കാണിച്ച് അഭിവാദ്യമൊക്കെ ചെയ്തൊരു നന്ദി അവർ പറയും. അങ്ങനെ എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് ഇവിടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതൊക്കെ നമ്മൾ അങ്ങനെ വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വടക്കോട്ട് യാത്ര തുടർന്നു. ബ്രേ, ഹിൽസ്വിക് എന്നീ ഗ്രാമങ്ങളിൽ കൂടെ യാത്ര നടത്തുകയായിരുന്നു. അവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചില ഇൻട്രസ്റ്റിംഗ് ആയ റോക്ക് ഫോർമേഷൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു. അതിൽ ഒന്ന് ഒരു കുതിര വെള്ളം കുടിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു, മറ്റൊന്ന് ഒരു കൈക്കുമ്പിളിൻ്റെ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇവിടുത്തുകാർ വളരെ രസകരമായ പേരുകളാണ് ഇട്ടിരിക്കുന്നത്, ഡ്രിങ്കിങ് ഹോഴ്സ് അല്ലെങ്കിൽ ഡെവിൾസ് ക്ലോസ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര തുടർന്നു, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. അങ്ങനെ ഇഷനസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെയാണെങ്കിൽ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി വന്ന് ചിന്നിച്ചിതറുന്നത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. അത് കണ്ട് കുറച്ചു നേരം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗ്രാൻഡ് ഞങ്ങളെല്ലാവരെയും കൂട്ടത്തിലേക്ക് വിളിച്ചു. അവിടെ ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഇനം ദേശാടന പക്ഷി ഇനങ്ങളായ പഫിൻസിനെ കണ്ടതായിരുന്നു. അതിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഈ വടക്ക് ഭാഗങ്ങളിൽ പഫിൻസിനെ അധികം കാണില്ല, തെക്ക് ഭാഗത്താണ് കൂടുതൽ കാണാറ്. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണാറെന്നാണ് ഗ്രാൻഡ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് കുറേ നേരം ഒരു വലിയ കൂട്ടം പഫിൻസിനെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഈ പഫിൻസിനെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഇഷനസിൻ്റെ അടുത്ത് ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അങ്ങനെ ഇഷനസിൽ നിന്നും തിരിച്ച് ലെറിക്കിലേക്ക് ഞങ്ങൾ യാത്രയായി. ഇത്തവണ വേറൊരു വഴിയിലൂടെയാണ് വരുന്നത്. അങ്ങനെ കുറച്ച് പുതിയ കാഴ്ചകൾ കൂടി ആ വഴിയിൽ കാണാമല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ വരുന്ന വഴിക്ക് മാവിസ് ഗ്രൈൻഡ് എന്നുള്ള ഭാഗത്തെത്തുമ്പോൾ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു പാസേജ് നമുക്ക് കാണാം. അതിൻ്റെ ഒരു സൈഡിൽ അറ്റ്ലാന്റിക് സമുദ്രവും ഒരു സൈഡിൽ നോർത്ത് സീയും ആണ്. ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കരയിൽ നിന്ന് കല്ലുകളെടുത്ത് നോർത്ത് സീലെറിയുക അങ്ങനെയൊക്കെ അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളും അതൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് ലെറിക്കിലേക്ക് യാത്ര തുടർന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ലെറിക്കിൽ തിരിച്ചെത്തിയതിനു ശേഷം ഷെറ്റ്ലാൻഡിന്റെ വടക്ക് ഭാഗത്തുള്ള ദ്വീപ് സമൂഹങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ ഗ്രാൻഡിനോട് സംസാരിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് അവിടെ പോയി വരുന്നത് പ്രായോഗികമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മറ്റ് വഴികൾ എന്തെങ്കിലും ഉണ്ടോ, ടൂർ പാക്കേജുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ആളോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവില്ല, പക്ഷെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരോട് അന്വേഷിക്കാമെന്ന് ആൾ ഞങ്ങളോട് പറഞ്ഞു. 1-2 കോൺടാക്റ്റുകൾ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വടക്ക് ഭാഗത്തേക്ക് യാത്രയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് തെളിയുമെന്ന് ചെറിയ ഒരു ഹോപ്പ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഗ്രാൻഡിനോടും സഹയാത്രികരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൊബൈലിൽ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ ചുറ്റും നോക്കിയപ്പോൾ രാവിലത്തേനേക്കാളും കുറച്ച് കൂടുതൽ തിരക്കും സിറ്റി സെൻറ്ററിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതിന് കാരണം തുറമുഖത്ത് വന്ന ഒരു വലിയ ക്രൂസ് ഷിപ്പാണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഭാഗ്യത്തിന് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള വഴി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തിരിച്ചെത്തി കുറച്ചു നേരം ഞങ്ങൾ വിശ്രമിച്ചു. പിറ്റേ ദിവസം മെയിൻലാൻഡിന്റെ തെക്ക് ഭാഗത്തേക്കായിരുന്നു യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അവിടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകാമെന്ന് ഞങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ബസ്സിൽ യാത്ര ചെയ്ത് തെക്കേ അറ്റത്തുള്ള സോംബർഹെഡ് എന്ന പട്ടണത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെയുള്ള ഒരു യാത്രയാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നോക്കുമ്പോഴാണ് റോഡിന്റെ ഘടനയിലൊക്കെ ചെറിയ വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലായത്. അങ്ങനെ അത് നോക്കുമ്പോഴാണ് അത് അവിടുത്തെ എയർപോർട്ടിന്റെ റൺവേ ആണ് എന്ന് മനസ്സിലായത്. ഷെറ്റ്ലാൻഡിലെ പ്രധാന എയർപോർട്ട് സോംബർഹെഡിലാണ്. അതിന്റെ റൺവേയിലൂടെ ആയിരുന്നു ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. റൺവേ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് അത് പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കും. അങ്ങനെയാണ് ബസ്സുകളും മറ്റ് വാഹനങ്ങളും അതിലൂടെ പോകുന്നത്. ആക്റ്റീവ് റൺവേ ആയിരിക്കുന്ന സമയത്ത് അത് അടച്ചിടുകയും ചെയ്യും.
ഇത് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ റൺവേ കടന്ന് ബസ് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് വന്ന് ഞങ്ങൾ ഇറങ്ങി. സോംബ്രഹെഡിലെ പ്രധാന ആകർഷണം അവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന വഴിക്ക് ഞങ്ങൾ ഷെറ്റ്ലാൻഡ് പോണീസിനെ കണ്ടു. അത് പ്രത്യേകതരം കുതിര വിഭാഗങ്ങളാണ്. ഇവയ്ക്ക് സാധാരണ കുതിരയുടെ അത്ര ഉയരം ഉണ്ടാവില്ല. പണ്ട് എപ്പോഴോ നേറ്റീവ് ബ്രീഡ്സും നോർഡിക് ബ്രീഡ്സും തമ്മിലുള്ള ഒരു ക്രോസ് ബ്രീഡ് കൊണ്ട് ഉണ്ടായി വന്നതാണ്. അങ്ങനെ പരിണാമം സംഭവിച്ച് ഇവിടുത്തെ വളരെ കഠിനമായ കാലാവസ്ഥയെയും ഭക്ഷണ ദൗർലഭ്യത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ സ്റ്റേഡി ആയിട്ടുള്ള മൃഗങ്ങളായിട്ട് ഇവ പരിണമിച്ച് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വിവേചന ബുദ്ധി കുറച്ച് കൂടുതൽ ഉണ്ടാവും എന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അങ്ങനെ അവയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞങ്ങൾ നടന്ന് ലൈറ്റ് ഹൗസിലെത്തി. അത് ഒരു സ്റ്റീവൻസൺ ലൈറ്റ് ഹൗസ് ആയിരുന്നു. കലുഷിതമായിട്ടുള്ള നോർത്ത് സീയിലൂടെ നാവികർക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെട്ടിരുന്ന ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു സോംബ്രഹെഡിലേത്. ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് പോയി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് കുറച്ചുകൂടി നേരം ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ പരിസരത്ത് ചെലവഴിച്ചു. ലൈറ്റ് ഹൗസിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് തൊട്ട് അടുത്ത് തന്നെയുള്ള യാൾസ് ഓഫ് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു. ചരിത്രാതീത കാലം മുതൽ വൈക്കിംഗ് കാലഘട്ടം വരെയുള്ള നിരവധി അവശേഷിപ്പുകൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ഈ കാലഘട്ടങ്ങളിലെ പ്രത്യേക തരം വീടുകളും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം നമ്മൾ കണ്ടിരുന്നു. അതിൽ തന്നെ പ്രത്യേകമായും വൈക്കിങ്ങുകളുടെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് കുറച്ച് ലോങ് ഹൗസുകളാണ്. അതിനു മുമ്പ് വരെ ചെറിയ ചെറിയ വൃത്താകൃതിയിലാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഈ തെക്ക് ഭാഗത്തുള്ള മെയിൻലാൻഡിന്റെ തെക്ക് ഭാഗത്തുള്ള ഞങ്ങളുടെ യാത്ര അവസാനിച്ചു. 3-ാമത്തെ ദിവസം മെയിൻലാൻഡിന് തൊട്ടടുത്തുള്ള ബ്രസ്സെ എന്ന ദ്വീപിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, ഷെറ്റ്ലാൻഡില് വളരെയധികം ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. അതിൽ തന്നെ വളരെ ചെറിയ എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെയിൻലാൻഡിന് തൊട്ടടുത്തുള്ള ഒരു ദ്വീപാണ് ബ്രസ്സെ. ലറിക്കിൽ നിന്ന് ഒരു ഫെറിയിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ രാവിലെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് യാത്രയായി. അവിടെ നിന്നും ദ്വീപിന്റെ മറുകര ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്ന് പോകുന്നതിനിടയ്ക്ക് ചെറിയ വഴികളാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്ക് ചില ദ്വീപ് നിവാസികൾ തന്നെ കാറിൽ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വഴിമാറി കൊടുക്കുമ്പോൾ ചിലർ നമുക്ക് കൈവീശി കാണിക്കും, ചിലർ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് അവർ കൊണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് വീണ്ടും അവിടുത്തെ ദ്വീപ് നിവാസികളുടെ ഒരു വളരെ വാമായിട്ടുള്ള ഒരു വെൽക്കം സഞ്ചാരികളോട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തന്ന ഒരു സംഭവങ്ങൾ കൂടിയായിരുന്നു. അങ്ങനെ ബ്രസ്സയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. അതിൻ്റെ മറുകരയിലേക്ക് എത്തി. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ നടന്നു. കൂടുതൽ ജനവാസം ഉള്ളത് ഈ കടലിന്റെ കര ഭാഗത്താണ്. അപ്പോൾ ഉള്ളിലേക്ക് പോകും തോറും ജനവാസം അധികമില്ല. അപ്പൊ ചുറ്റും അങ്ങനെ മറ്റ് ആൾക്കാരൊന്നുമില്ല, ജനവാസം അല്ലെങ്കിൽ വീടുകളോ ഒന്നും അധികം കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഞങ്ങൾ നടന്നത്. അപ്പൊ ഇടയ്ക്ക് ഒരു മനോഹരമായ തടാകത്തിന്റെ കരയിൽ ഒരു ചെറിയ ഇരിപ്പിടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചു നേരമൊക്കെ ഞങ്ങളിങ്ങനെ വിശ്രമിച്ച് നടപ്പ് തുടർന്നു. അങ്ങനെ ബ്രസ്സയുടെ മറുകരയിലെത്തി. അവിടെ നിന്ന് നല്ല നീല നിറത്തിലുള്ള കടൽ വെള്ളം കാണാം. അതിന് തൊട്ട് അപ്പുറത്തായിട്ട് നോസ് എന്നുള്ള മറ്റൊരു ദ്വീപ് കാണാം. അത് ജനവാസം ഉള്ള ഒരു ദ്വീപല്ല, അതൊരു നേച്ചർ റിസർവ് ആയിട്ട് സംരക്ഷിക്കപ്പെട്ട് പോരുന്ന സ്ഥലമാണ്. ശരിക്കും ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ നോസ് ദ്വീപിലേക്ക് പോവാന്നുള്ളതായിരുന്നു. ഇത് സമ്മർ സമയത്ത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അതിനെ നേച്ചർ റിസർവായി സംരക്ഷിക്കുന്ന നേച്ചർ സ്കോട്ടിന്റെ ചില ഗാർഡുകൾ ചില സമയത്ത് ഒരു ഇൻഫ്ലേറ്റബിൾ ബോട്ടിൽ സന്ദർശകരെ ഈ ഒരു ചെറിയ 300 മീറ്റർ വീതിയുള്ള ഒരു കടൽ ആണ് ഈ 2 ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അവിടെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പൊ അവിടെ എത്തി നോക്കുമ്പോൾ നോസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം, നോസ് ദ്വീപിലെ ഗാർഡ് അവിടെ ഉണ്ടോന്നൊക്കെ. അപ്പോൾ ആ ഗാർഡ് ഞങ്ങളെ കണ്ടതും ഇൻഫ്ലേറ്റബിൾ ബോട്ട് എടുത്ത് ഇവിടെ വന്ന് ഞങ്ങളെ കടൽ കടത്തി നോസിലേക്ക് കൊണ്ടുപോയി. വളരെ ചെറിയ ഒരു ദൂരമായിരുന്നെങ്കിലും അങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഭയം ഉണ്ടായിരുന്നു. കുറച്ച് നേരമാണെങ്കിലും അത് വളരെ ടെൻഷൻ ഉള്ള നിമിഷങ്ങളായിട്ട് അത് എങ്ങനെയോ അത് കടന്ന് അപ്പുറത്തെത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ ഗാർഡിന്റെ ഒരു ചെറിയ ഒരു മുറിയുണ്ട്. അവിടെ വെച്ച് ദ്വീപിന്റെ ഒരു മാപ്പ് ഞങ്ങളെ കാണിച്ചു. അതിൽ പ്രധാനമായിട്ടും ചില അപൂർവ ഇനം ദേശാടന പക്ഷി ഇനങ്ങളെ കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആകർഷണം.
അതിനുവേണ്ടി കടൽ കരയോട് ചേർന്ന് ആ ദ്വീപിനെ ചുറ്റി സഞ്ചരിക്കാം. അപ്പോൾ ആ യാത്ര ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ച് ദൂരെയായി മറ്റ് 2-3 സഞ്ചാരികൾ പോകുന്നത് കണ്ടിരുന്നു. അപ്പം ഏകദേശം 20ഓളം പേർ ഒരു ദിവസം വന്നു പോകാറുണ്ടെന്നാണ് ആ ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ, സമ്മറിലെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിലൂടെ യാത്ര ചെയ്തു. ആ യാത്രയിൽ വെച്ച് പക്ഷിയിനങ്ങളായ ഗാർനെറ്റുകളെയും അതുപോലെ വീണ്ടും ഒരു പഫിനെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ യാത്ര തുടർന്ന് തിരിച്ച് ഗാർഡിന്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞത് ആ ദിവസം വേറെ ആരും അങ്ങനെ പഫിൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ വീണ്ടും അവയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ ഈ നടത്തം കഴിഞ്ഞ് തിരിച്ച് എത്തിയപ്പോഴേക്കും ഏകദേശം ആ ദിവസം അവസാനിക്കാറായി. അങ്ങനെ തിരിച്ച് ബ്രസയിലേക്കും ഇതുപോലെ ഇൻഫ്ലേറ്റബിൾ ബോട്ടിൽ ഞങ്ങൾ പോയി. ബ്രസയിൽ നിന്ന് തിരിച്ച് അതിന്റെ മറുകരയിലേക്ക് നടന്ന് കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വൃദ്ധ ദമ്പതികളുടെ കാറ് വന്ന് ഞങ്ങളുടെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങളെ ഫെറി ടെർമിനലിലേക്ക് കൊണ്ടുപോകാം എന്നവർ പറഞ്ഞു. അപ്പൊ ഇത്തവണ ഞങ്ങൾ അവരുടെ ഓഫർ സ്വീകരിച്ച് അതിൽ ഫെറി ടെർമിനലിൽ എത്തി. അവിടുന്ന് തിരിച്ച് ലെറിക്കിലേക്കും പോയി. അതുപോലെ വടക്കേറ്റത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഗൈഡിനെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അത് ശരിയായി എന്നുള്ള ഒരു സന്ദേശം ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം കിട്ടി. അതുകൊണ്ട് തന്നെ 4-ാം ദിവസം മുഴുവനും ഷെറ്റ്ലാൻഡിന്റെ വടക്കേ അറ്റത്തേക്കുള്ള ഒരു യാത്ര സാധ്യമാകും എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞങ്ങൾ 3-ാം ദിവസം അവസാനിച്ചു. ഷെറ്റ്ലാൻഡിന്റെയും UK തന്നെയും വടക്കേ അറ്റം ഇൻസ്റ്റ് എന്ന ദ്വീപാണ്. അവിടേക്കാണ് 4-ാം ദിവസം ഞങ്ങൾ പോകുന്നത്. യെൽ എന്ന ദ്വീപ് കടന്നു വേണം ഇൻസ്റ്റിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് 2 ഫെറികൾ കടന്ന് ഇൻസ്റ്റിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഡ്രൂ എന്ന ഒരു ഗൈഡ് ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ യാത്രകളെല്ലാം, ഫെറി യാത്രകളെല്ലാം പ്രീ ബുക്ക് ചെയ്യുകയും ചെയ്തു. കാരണം ചെറിയ ഫെറികളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് അവിടെ കാറിന് സ്പേസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ രാവിലെ നേരത്തെ ഞങ്ങൾ പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം തന്നെ തിരിച്ച് അബർഡീനിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ബാഗെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ താമസ സ്ഥലത്ത് നിന്നും ഇറങ്ങി. അങ്ങനെ ലെറിക്കിൽ നിന്നും മെയിൻലാൻഡിന്റെ അറ്റത്തുള്ള ടോഫ്റ്റിലേക്ക് യാത്ര തുടങ്ങി. ഏകദേശം 45 മിനിറ്റ് എടുത്ത ഒരു യാത്രയായിരുന്നു. അതിനിടയിൽ ഡ്രൂവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ മെയിൻലാൻഡിൽ നിന്നും ഫെറിയിൽ യെൽ എന്ന ദ്വീപിലെത്തി. യെൽ ദ്വീപിലൂടെ ഡ്രൈവ് ചെയ്ത് അതിന്റെ അപ്പുറത്ത് കരയിലെത്തി. 2ാമത്തെ ഫ്രീയും കടന്നാണ് ഞങ്ങൾ ഇൻസ്റ്റ് ദ്വീപിലെത്തിയത്. അവിടെ നിന്നും വീണ്ടും ഡ്രൈവ് ചെയ്ത് അതിന്റെ വടക്കേ ഭാഗത്തേക്ക് എത്തണം. അവിടെയാണ് ഹെർമാനസ് നാച്ചുറൽ റിസർവ് എന്ന നാഷണൽ പാർക്ക് ഉള്ളത്. അത് ഈ UK തന്നെ, അല്ലെങ്കിൽ ഷെറ്റ്ലാൻഡിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഈ നാച്ചുറൽ റിസർവ് ആണ്. ഈ മുഴുവൻ യാത്രയ്ക്ക് ഏകദേശം 3 മണിക്കൂർ സമയം ഞങ്ങൾക്ക് എടുത്തു. അങ്ങനെ ആ നാച്ചുറൽ റിസർവിലെത്തി. അവിടെ കുറച്ചു നേരം നടന്നു. ചുറ്റിലും പർപ്പിൾ നിറത്തിലുള്ള ഹെദർ പൂക്കൾ നിറഞ്ഞ താഴ്വരകളായിരുന്നു. അതെല്ലാം കണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നടന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മക്കിൾ ഫ്ലഗ ലൈറ്റ് ഹൗസിന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തി. മാനസ് നാച്ചുറൽ റിസർവിന്റെ സമാന്തരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇത് UK ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ആ സമയത്ത് അധികം മറ്റ് ആൾക്കാരൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ UK ഏറ്റവും വടക്കേ അറ്റത്ത് ഞങ്ങൾ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഇൻസ്റ്റ് ദ്വീപിന്റെ തെക്കേ അറ്റത്തേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ആദ്യം പോയത് മ്യൂണസ് കാസലിലേക്കാണ്. വൈക്കിംഗ് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ഇടമായിരുന്നു അത്. അതിനുശേഷം മറ്റ് ചില പുരാവസ്തു ഖനന കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ പോയിരുന്നു. അവിടെ നിന്നും ഇതുപോലെ വൈക്കിംഗ് കാലഘട്ടങ്ങളിലെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവയെല്ലാം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും തിരികെ ലെറിക്കിലേക്ക് പോകേണ്ട സമയമായിരുന്നു. അങ്ങോട്ട് പോയതുപോലെ തന്നെ തിരികെ 2 ഫെറികൾ കടന്നു വേണം അതെത്താൻ. അങ്ങനെ അതും പ്രീ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ലെറിക്കിലെത്തിയ ശേഷം ഡ്രൂവിന് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ ഫെറി ടെർമിനലിലേക്ക് പോയി. തിരികെ അബർദീനിലേക്ക് നോർത്ത് ലിങ്ക് ഫെറി തന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. ഇത്തവണയും റിക്ലൈനിങ് സീറ്റ് ഉള്ള സ്ലീപ്പിംഗ് ബോർഡുകളായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം 7 മണിയോടെ ഞങ്ങൾ അബർദീനിൽ തിരിച്ചെത്തി. അങ്ങനെ 4 ദിവസത്തെ ഷെറ്റ്ലാൻഡ് യാത്രയ്ക്ക് സമാപനമായി തിരിച്ച് ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിലേക്ക് ഞങ്ങൾ പോയി. ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ അതിമനോഹരമായ, മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു ഭൂപ്രകൃതി കാണാൻ സാധിച്ചു. അതിദുർഘടമായ യാത്രയ്ക്ക്
ശേഷമാണെങ്കിൽ പോലും അത് വളരെ വെർത്തായ ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും അവരുടെ വെൽക്കമിങ് ആറ്റിറ്റ്യൂഡും എന്നും ഞങ്ങൾ ഓർമ്മയിൽ കാത്ത് സൂക്ഷിക്കുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ അനുഭവങ്ങൾക്ക് ശ്രോതാക്കളായിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.